1966 ചലച്ചിത്ര പിന്നണി ഗായകനാകാൻ വേണ്ടി മദ്രാസിലെത്തി. പിന്നീട് ഒത്തിരി ഗാനങ്ങൾ പാടി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് 79 ചൂള എന്ന ചിത്രത്തിലൂടെ മലയാള സംഗീത സംവിധാന രംഗത്തോട്ട് കടന്ന് ഇന്നിപ്പോൾ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതനായി തീർന്ന രവീന്ദ്രൻ മാസ്റ്ററാണ് സംഗീത സാഗരത്തിലെ ഇന്നത്തെ അതിഥി. വ്യക്തിപരമായി എനിക്കും ഒത്തിരി കടപ്പാടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ആദ്യമായിട്ട് പിന്നണി പാടിയത് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെയാണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് അത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമ്മുടെ സംഗീത സാഗരത്തിലേക്ക്. ഗായനാകാൻ വന്ന കുളത്തൂപ്പുഴ രവിയാണല്ലോ പിന്നീട് സംഗീത സംവിധായകനായി മാറിയ രവീന്ദ്രൻ. ഈ ഒരു മാറ്റത്തെ മാഷ് എങ്ങനെ കാണുന്നു? ബിജു ആദ്യം എന്തൊക്കെ പാടാൻ വരുമ്പോൾ എന്നെ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ബിജുവിന് എന്നെ കുറിച്ച് എന്തായിരുന്നു ധാരണ? അത് പറ. മാഷ് പാട്ടുകളൊക്കെ ഒത്തിരി ഞാൻ പാടാൻ വരുന്നതിന് മുമ്പ് ഒത്തിരി സ്റ്റേജിലൊക്കെ പാടി ഒരു എന്താ പറയുക, സംഗീതത്തിൽ നമ്മളിപ്പോൾ എൻ്റെ ആ ഒരു ജനറേഷനിൽ ഉള്ള സംഗീത സംവിധായകരിൽ വളരെ എന്താ പറയുക, ഒരു ടഫായിട്ട് അല്ലെങ്കിൽ റഫ് ആൻഡ് ടഫ് എന്ന രീതിയിൽ വളരെ ഫീൽ ചെയ്ത ഒരു വ്യക്തിയെടുത്ത് വരുന്നു. കാരണം മറ്റ് സംഗീത സംവിധായകരിൽ വ്യത്യസ്തമായിട്ട് സംഗീതത്തെക്കുറിച്ച് വളരെയധികം നോളജുള്ളൊരു അല്ലെങ്കിൽ ഒരു ഗായകൻ എന്നുള്ളൊരു ഇതും കൂടി അറിയാവുന്നതുകൊണ്ട് ഒരു പേടി, ആ ഒരു ഇതിലൊക്കെയാണ് ഞാൻ വരുന്നത്. ശരി. അതിനുശേഷം ബിജു എന്നോടൊപ്പം പല പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ എങ്ങനെ മനസ്സിലാക്കി? എന്നെ ഒരു പേടി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഞാൻ പേടിപ്പിക്കുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും അല്ല. അല്ലല്ലോ. അതിൻ്റെ കാരണം എന്താ അറിയാം? ഈ സിനിമയിൽ പാടാൻ വേണ്ടി ഞാൻ മദ്രാസിൽ എത്തുമ്പോൾ അന്ന് പാട്ട് കേട്ടിട്ട് ആ പാട്ട് പോലെ ആയിരിക്കും അന്നത്തെ സംവിധായകർ ആ പാട്ടിൻ്റെ കാഠിന്യമല്ലേ മനസ്സിലാക്കിയത്. ഇത്രയും അത്ര അതിമധുരമായിട്ടുള്ള പാട്ടുകൾ ചെയ്ത ദേവരായ മാഷ്ടൻ, ദക്ഷിണാമൂർസ്വാമി, ബാബുക്ക, അതായത് ബാബുരാജ്, ഞങ്ങളുടെ ബാബുക്ക, രാഘവ മാസ്റ്റർ തുടങ്ങിയുള്ള അന്നത്തെ സംഗീത സംവിധായകർ അവരുടെ സംഗീതം പോലെ തന്നെയായിരിക്കും അവരുടെ മനസ്സും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് അവരിലൊക്കെ പോവുകയും കാണുകയൊക്കെ ചെയ്യാൻ ധരിച്ചു. പക്ഷേ പടികടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പടികടക്കാൻ, അവരെ കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ പറയാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരവസ്ഥ ഇഷ്ടംപോലെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പാട്ട് കേട്ടിട്ട് പല ആൾക്കാരോട് പറയാറുണ്ട്, മാഷ പാട്ട് കേൾക്കുമ്പോൾ ഇതേ സ്വഭാവമായിരിക്കും. മാഷ സ്വഭാവം അങ്ങനെയുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാശുണ്ടായിട്ടോ ഒന്നും ആയിരിക്കില്ല. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് അയൽപക്കത്തുനിന്ന് കടം വാങ്ങിയിട്ട് വരുന്ന പാട്ടുകാരന്മാരും പാട്ടുകാരികളും ഒരുപാട് പേര് എന്നെ കാണാൻ മദ്രാസി വരാറുണ്ട്. ഒരു കാരണവശാലും ഞാൻ അവരെ ഗേറ്റിൻ്റെ പുറത്ത് നിർത്തിയിട്ടില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, ഞാൻ അവരെ അകത്തേക്ക് വിളിച്ച് വീട്ടിലിരുത്തി ചായ കൊടുത്തു, അത്യാവശ്യം ഉച്ചനേരമാണെങ്കിൽ ഭക്ഷണം കൊടുത്തു. എന്താ അറിയോ, അവർക്ക് എന്നെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ആദ്യം മാറ്റിയെടുക്കുക. അപ്പോൾ അവരുടെ കോൺഫിഡൻസാണ് അവർ പാടുന്നോ ഇല്ലയോ എന്നുള്ളത് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാരണം എന്തറിയോ, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പേരൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ എന്നെ മനസ്സിലാക്കുകയും എന്നോടൊപ്പം എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, ബാബുരാജ് എന്ന് പറയുന്ന ബാബുക്ക. അദ്ദേഹം ആണ് എന്നെ ആദ്യം സിനിമയിൽ പാടിച്ചതും. വെള്ളിയാഴ്ച എന്നൊരു സിനിമയിൽ സത്യമാഷ കണ്ടിട്ട് ജാനകി അമ്മയും ഞാനായിട്ട് ചേർന്നൊരു ഡ്യൂറ്റായിരുന്നു. ആ പാട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഏത് വർഷമായിരുന്നു? അത് എനിക്ക് ആ വർഷം എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അതൊന്ന് അത് ആദ്യം ഞാൻ സിനിമയിൽ പാടിയ പാട്ടാണ്. നാലുപേരും രജനീതൻ പാനപാത്രത്തിൽ പാലോ ഈ പാട്ടാണ് ഞാൻ ആദ്യം ബാബുക്കൻ്റെ പാടിയത്. പിന്നെ അതിനുശേഷം ബാബുക്കയുടെ ഒത്തിരി പടങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ടല്ലോ. പിന്നെ അതിനുശേഷം എന്നെ ഈ പടി കിടത്താത്ത ആൾക്കാർ പോലും വിളിച്ച് എനിക്ക് പാട്ട് അരയും മുറിയും മുക്കാലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നന്ദിയുണ്ട് എല്ലാവരുടെയും. പക്ഷെ പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട്
ഒത്തിരി സിനിമകൾ പ്രവർത്തിച്ചായിട്ട് അറിയാം. ഞാൻ പല ചില സിനിമകളിലെ മുഖം കാണിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം. ഉണ്ട്. കാരണം നമ്മൾ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് പല വേഷങ്ങൾ കിട്ടണമല്ലോ അല്ലേ. കാരണം നമുക്ക് ഒരു ലൈഫ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നാട് വിട്ടിട്ടുള്ളൊരു യാത്രയും അതിൻ്റെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടും അല്ലേ. അപ്പോൾ പിന്നെ വേറെ കാര്യം എന്താ അറിയാം ബിജു, ഇപ്പോൾ എൻ്റെ ഒരു രീതിയാണ്, ഞാനിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ 1-2 വർഷം, ഈ 1-2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ആകാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആ ശ്രമിക്കുന്ന ആ തുറയിൽ എന്തെങ്കിലും ആകാൻ സാധിക്കുമെങ്കിൽ 1-2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ആകുന്നുള്ളതാണ് അല്ലേ എൻ്റെ മനസ്സിലല്ലേ. അപ്പോൾ അതിന് ശരിയാകുന്നത് ഞാൻ അടുത്തെന്താണ്, കാരണം എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ ആരുമില്ല, ദൈവം തമ്പുരാൻ അല്ലാണ്ട്. അപ്പം ഞാൻ അടുത്തെന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ് മനസ്സിലായി. അപ്പോൾ പാടാൻ വേണ്ടി ശ്രമിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10-30 പടങ്ങൾ പാടിയുണ്ട്. പക്ഷേ എനിക്കത് അങ്ങനെ അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് ദാസേട്ടൻ കത്തി നിൽക്കുന്നത് പരിസരത്ത് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ചിന്തിച്ചെന്തറിയാം, ഇത്രയും പടങ്ങൾ പാടി പക്ഷേ എനിക്കൊരു പാട്ടുകാരനായിട്ടുള്ളൊരു നിലനിൽപ്പ് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുകയാണ്. നമ്മൾ നോക്കണം എന്തുകൊണ്ട് നമുക്ക് അവിടേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ്. രവീന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ കരിയർ ഗ്രാഫ് നോക്കിയാൽ ആരും വിസ്മയിച്ചു പോകും. ഇത്രയധികം സൂപ്പർ ഹിറ്റുകളും നാദസുഖം ഇത്ര സർഗകാന്തിയോടെ സന്നിവേശിപ്പിക്കുന്ന മൗലിക പ്രതിഭയുള്ള സംഗീതജ്ഞനായ രവീന്ദ്രൻ സംഗീതം നൽകിയ ചില ലളിതഗാനങ്ങളും സൂപ്പർ ഹിറ്റായി. അതിലൊന്നാണ് മാമാങ്കം പലകുറി കൊണ്ടാടി എന്ന പാട്ട്. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ മാവായി, കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനരിയ മണത്തരികളെ പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ മാവായി. അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേരൻ താളത്തിൽ പോരാടിയും, അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേരൻ താളത്തിൽ പോരാടിയും, നിലപാട് നിന്ന തിരുമേനിമാർ തലകൊയ്തെറിഞ്ഞ പടകൾ നയിച്ച കഥ ഇന്നെന്റെ ചിന്തയ്ക്കു ചിന്തേരിട അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളെ പറയും. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ മാവായി, കേരള പഴമചരിതമെഴുതിയൊരു ഭാരതം പുഴതനരിയ മണത്തരികളെ പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ മാവായി. കാരണം ഒരു കാലത്ത് ഇത് സിനിമാ പാട്ടുകളെക്കാളും ഹിറ്റായ ഒരു പാട്ടായിരുന്നു. അപ്പൊ എന്താ അറിയോ, ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണെങ്കിലും ഇപ്പോഴും ദാസേട്ടനെ പറയാനുണ്ട്, ഏത് ഓണ സീസണിലും കൂടുതൽ കോപ്പി വിറ്റ് പോകുന്ന ഒരു പാട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പക്ഷെ ആരെങ്കിലും ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ നന്ദനത്തിനകത്ത് ജയചന്ദ്രനും സുജാതയും പാടിയൊരു ഡ്യുയറ്റ് ഉണ്ട്. ആ ഡ്യുയറ്റിൻ്റെ ബീജത്തിൽ ഈ മാമാങ്കത്തിൻ്റെ ഒരു ചെറിയ ബിറ്റ് ഞാനത് ചേർത്തിട്ടുണ്ട്. അതാരോ കേട്ടിട്ട് ഇതൊരു പത്രത്തിൽ ഇതുണ്ടായി, രവീന്ദ്രൻ കോപ്പി അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെന്റെ പാട്ടാണെന്ന് അറിയില്ലായിരിക്കും. മാത്രം ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഞാൻ മുമ്പ് ചെയ്ത വളരെ ഹിറ്റായിട്ട് ഇപ്പോഴും അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു പാട്ട് ഒരുപക്ഷെ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് സെക്കൻഡ് ബീജത്തിലും കണ്ടെത്തുന്നു. എൻ്റെ എൻഡിൽ എൻ്റെ ചെറിയ ബിറ്റ് മാമാങ്കം ബീജിൽ ചേർത്തിട്ടുണ്ട്. ആ പാട്ടില്ലേ, അതാണ് ആരും എന്നുള്ള പാട്ട്. ആരും ആരും കാണാതെ കുങ്കുമ തൊട്ടു ഞാൻ
കുങ്കുമം നാനന തൊട്ടു ഞാൻ. മാസ്റ്റർ സംഗീത സംവിധാനത്തിന് ഒരു പ്രത്യേക ശൈലി തന്നെയുണ്ട്. ഈ ശൈലി മാസ്റ്റർ അറിയാതെ വന്നതാണോ അതോ മനഃപൂർവ്വമായി തന്നെ സ്വായത്തമാക്കിയതാണോ? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. മാസ്റ്ററായിട്ടുള്ളൊരു ശൈലി, അതായത് നമ്മൾ ആരായിരുന്ന ശരി, അത് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടേതായിരിക്കണം. അതല്ലേ നല്ലത്? തീർച്ചയായിട്ടും. ഒരുപക്ഷെ മോശമായിരിക്കുക, ഒരുപക്ഷെ നല്ലതായിരിക്കുക. അപ്പോൾ എനിക്കിതിൻ്റെയൊക്കെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ചെയ്യുന്ന മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഇത് രവീന്ദ്രനായിരിക്കാം എന്ന് പറയിപ്പിക്കുക അതിൻ്റെ ഒരു ആവശ്യമാണ്, അല്ലേ? തീർച്ചയായും ഈ ഒരു ഐഡന്റിറ്റി വളരെയധികം ഉണ്ടെന്നുള്ളതാണ് മാസ്റ്റർ പാട്ടിലൂടെ. അപ്പോൾ അതിനൊക്കെ ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മഹാനായ ഒരു സംഗീതജ്ഞൻ, സിനിമാ സംവിധായകനുമാണ്. ഞാൻ ഗുരുവിനെ പോലെ മനസ്സുകൊണ്ട് പൂജിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരിക്കൽ പറയുണ്ടായി, അന്ന് എനിക്ക് കോറസൊക്കെ പാടുന്ന കാലം. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കൈയും കെട്ടിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ പിന്നെ പ്രേമഗാനങ്ങൾ, ശോകഗാനങ്ങൾ തുടങ്ങിയതൊക്കെ ചെയ്യാൻ ചില പ്രത്യേക രാഗങ്ങളുണ്ട്. പിന്നെ പിന്നെ സമ്പൂർണ്ണ രാഗങ്ങളിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ ഹസ്രരാഗങ്ങൾ, അതായത് സ്വരങ്ങൾ കുറവുള്ള രാഗത്തേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ഞാനൊരു മ്യൂസിക് ഡയറക്ടറായപ്പോൾ ഇതൊക്കെ ഓർമ്മ വെച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് 7 സ്വരങ്ങളില്ലെങ്കിലും പാട്ട് ചെയ്തുകൂടാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഹംസദിനിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഹംസദിനിൽ നിന്ന് പാട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനകത്ത് സ്വരങ്ങൾ കുറവാണ്, അതൊരു മെലഡി അല്ല എന്തോ. അപ്പോൾ ഞാൻ ആദ്യം ഹംസദിനി ചെയ്തത് എന്താണ്, താരാട്ട ബാലേന്ദ്രമേൻ്റെ. ഞാൻ പിന്നെ അത് മനസ്സിൽ വെച്ചിരുന്ന എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൊടുന്നതാണ്. രാഗങ്ങളെ മോഹങ്ങളെ അപ്പെന്താ അറിയാ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടേതായിട്ട് ഒരു തനിതായിട്ടുള്ള ശൈലിയൊക്കെ ഉണ്ടാകുക. ഇപ്പൊ രാഗങ്ങളെ മോഹങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ. അത് നമ്മുടെ ജനപ്രീതി, അവരുടെ ഒരു ഇഷ്ടം കൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു വേറൊരു സ്റ്റൈലിലേക്ക് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ സ്റ്റൈലായിട്ട് വരിക, അല്ലേ? രാഗങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ മോഹങ്ങളെ ആ രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ ചൂടും ആത്മാവിൻ ഭാവങ്ങളെ ചൂടും ആത്മാവിൻ ഭാവങ്ങളെ ആ രാഗങ്ങളെ മോഹങ്ങളെ പാടും പാട്ടിൻ രാഗം എന്റെ മോഹം തീർക്കും നാദം. പാടും പാട്ടിൻ രാഗം എന്റെ മോഹം തീർക്കും നാദം. ഉണരൂ പൂങ്കുളിരിൽ തേനുറവിൽ വാരുളിയിൽ ഉണരൂ പൂങ്കുളിരിൽ തേനുറവിൽ വാരുളിയിൽ എന്റെ സംഗീത ധാരയല്ലേ.
ആടും നൃത്തഗാനം എന്റെ ദാഹം തീർക്കും താളം. ആടും നൃത്തഗാനം എന്റെ ദാഹം തീർക്കും താളം. വിടരൂ പൂങ്കതിരിൽ കാതലയിൽ വെൺമുകിലിൽ, വിടരൂ പൂങ്കതിരിൽ കാതലയിൽ വെൺമുകിലിൽ. എന്റെ ആത്മാവിൻ താളമല്ലേ രാഗങ്ങളെ ചൂടും ആത്മാവിൻ ഭാവങ്ങളെ രാഗങ്ങളെ രാഗങ്ങളെ രാഗങ്ങളെ. ഉത്തമ സാഹിത്യത്തിന് ആത്മാവിൽ നിന്ന് വരുന്ന സംഗീതം കൊണ്ട് കസവണിയിച്ചപ്പോഴാണ് രവീന്ദ്ര സംഗീതം മലയാളി മനസ്സിന്റെ സ്വകാര്യധികാരമായി മാറിയത്. പി ഭാസ്കരനെ പോലെ ഓരോ വാക്കിലും കവിത കിനിയുന്ന സുവർണ രചനകൾ തന്നവരുടെ മൗലിക സൃഷ്ടികളിൽ രവീന്ദ്രൻ കാട്ടിയ പ്രതിഭാവിലാസം ഒരു നാടിന്റെ ഗ്രാമ്യഭാവങ്ങൾ തലമുറകൾ തോറും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ രവീന്ദ്രൻ കാരണക്കാരനായി. സാഹിത്യം എഴുതിയിട്ട് സംഗീതം നൽകുന്ന കാലത്തിന്റെ പ്രത്യേകതയും ഈ ചരിത്ര സംഭാവനയ്ക്ക് രവീന്ദ്രൻ കരുത്തായി. ഏത് താളത്തിൽ ഏത് കവികൾ എന്ത് പാട്ട് എഴുതിയാലും അതിൻ്റെ അർത്ഥവും അതിനെ ഉൾക്കൊള്ളാനുള്ള സംഗീത ജ്ഞാനവും ഉണ്ടെങ്കിൽ നമുക്കതിനെ ഏത് രീതിയിലും ചെയ്യാം. മോഡേണായിട്ടോ പിന്നെ ഫോക്കായിട്ടോ വെസ്റ്റേൺ എന്താണ് ചെയ്യാം. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ പടത്തിനൊക്കെ ഞാൻ പാട്ട് എഴുതി കമ്പോസ് ചെയ്തുള്ളൂ. പിന്നെ എനിക്കൊന്ന് നമ്മുടെ സലിച്ചോരി അദ്ദേഹം ചെമ്മീൻ സിനിമയിലെ അവിടെ നിന്നാണ് ഈ ട്യൂൺ ഇട്ട് പാട്ട് എഴുതുന്നൊരു തുടക്കം ഉണ്ടായിട്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് നമ്മുടെ ഭാഷ അറിയില്ല. അപ്പോൾ ആ ഭാഷ അറിയാത്തതുകൊണ്ട് ഒരു പക്ഷേ ട്യൂൺ കൊടുത്തിട്ട് എഴുതി അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ മലയാളത്തിൽ ഈ ഒരു ട്രെൻഡ് വരാൻ കാരണം തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ വ്യത്യസ്തമായ പാട്ടുകൾ ഉണ്ടാക്കാൻ അങ്ങനെ ട്യൂണിട്ടാൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഏത് ഡയറക്ടേഴ്സ് വന്നാലും പറയുന്നതാണ് ചേട്ടാ നമുക്ക് ആദ്യം ട്യൂൺ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഞാൻ എത്രയോ പടങ്ങൾ ഇപ്പോൾ ഭാസ്കര മാഷയൊക്കെ പാട്ട് പറഞ്ഞാൽ ഒരിക്കലും മാഷക്ക് ഈ ട്യൂണിൽ എഴുതാൻ ഇഷ്ടമുള്ള ഒരാളല്ല. എഴുതും അദ്ദേഹം, പക്ഷെ അത് ഇഷ്ടമല്ല. കാരണം ഇപ്പോൾ ഞാൻ വെങ്കലം അതുപോലെ തന്നെ മാഷ് എനിക്ക് നമ്മുടെ മെയ് മാസ പുലരി ഇതിലൊക്കെ മാഷ് എഴുതിയ പാട്ടെടുക്കാൻ ഞാൻ ട്യൂണിച്ചിരിക്കുക. ഇപ്പോൾ നീ തന്നെ പാടിയില്ല എന്താണ് പത്തുള്ളത്തിന് ഒന്ന് പാട്. ആ പാട്ടൊക്കെ എഴുതി കമ്പോസ് ചെയ്ത പാട്ടാണ് നോടി. പത്തു വെളുപ്പിന് മുറ്റത്ത് നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. പത്തു വെളുപ്പിന് മുറ്റത്ത് നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ
ചന്ദ്രന് പാലൂത്ത് വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂത്ത് വള്ളുവ നാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടെന്ന് കല്യാണം. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. കല്യാണ പെണ്ണിനും ചെക്കനുമിന്ന് കിള്ളിക്കുറിശിയിൽ വരവേൽപ്പ്. കല്യാണ പെണ്ണിനും ചെക്കനുമിന്ന് കിള്ളിക്കുറിശിയിൽ വരവേൽപ്പ്. നാക്കില നിറ പറപ്പൂക്കുല പൊൻകണി നാലും വച്ചുള്ളൊരു വരവേൽപ്പ്. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. മാനത്തു രാത്രിയിൽ പുള്ളിപ്പുലിക്കളി മായന്നു കാവിൽ പാവക്കൂത്ത്. മാനത്തു രാത്രിയിൽ പുള്ളിപ്പുലിക്കളി മായന്നു കാവിൽ പാവക്കൂത്ത്. പെണ്ണിനു രാത്രിയിൽ പൂത്തിരുവാതിര, ചെക്കൻ്റെ മോറ് ചെന്താമര. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി